സത്യത്തിൽ കേരളത്തിലെ ജനത ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. കോവിഡ് മഹാമാരിയുടെ കാലം കേരളം എങ്ങനെയാണ് ലോകം എങ്ങനെയാണ് കണ്ടത്? ആ സമയത്താണ് അഴിമതി നടത്തുന്നത്, ആ സമയത്താണ് പണം കൊള്ളയടിക്കുന്നത്. ഇവരുടെ പേരിൽ പുറത്ത് മാർക്കറ്റിൽ 450 രൂപയ്ക്ക് കിട്ടിയിരുന്ന PPE കിറ്റ് 1550 രൂപയ്ക്ക് വാങ്ങുകയാണ്. അതും ഒന്നും രണ്ടുമല്ല, 10 കോടിയിലേറെ രൂപയാണ് ഖജനാവിന് നഷ്ടം വന്നത്. അത് ആര് കീശയിലേക്ക് പോയി? ഈ ചുരുങ്ങിയ വിലക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ കമ്പനികൾക്ക് കൊടുക്കാതെ ഈ സൺഫാർമ എന്ന് പറയുന്ന പ്രത്യേക കമ്പനിക്ക് 1550 രൂപയ്ക്ക് ഒരു PPE കിറ്റ് വാങ്ങുകയാണ് ഗവൺമെൻറ്, ലക്ഷക്കണക്കിന്. അപ്പോൾ ഇത് അന്ന് UDF ഇത് പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, പരസ്യമായി ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് നിഷേധിക്കുകയാണ് ചെയ്തത്. PPE കിറ്റ് മാത്രമല്ലല്ലോ, ഗ്ലൗസ്, 1 കോടി ഗ്ലൗസിന് ബുക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് എത്രയാ? അത് തന്നെ മുഴുവൻ കിട്ടിയിട്ടില്ല. മാർക്കറ്റിൽ കിട്ടുന്നതിൻ്റെ 300 ഇരട്ടി വിലയ്ക്കാണ് ഈ സാധനങ്ങൾ വാങ്ങിയതായി റെസിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കോവിഡ് മഹാമാരിക്കാലത്ത് ജനങ്ങൾ ജീവന് വേണ്ടി നെട്ടോട്ടമോടുന്ന കാലത്ത് പോലും ഖജനാവ് കൊള്ളയടിക്കാനും അഴിമതി നടത്താനും ശ്രമിച്ച ഒരു ഗവൺമെൻറ്, അഴിമതി എന്നല്ല അതിന് പറയുക, ക്രൂരത എന്നാണ്. ഇത്രമാത്രം ക്രൂരത നടത്തിയ ഒരു ഗവൺമെൻറ്റിന് എങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയും? കൂടുതൽ കാര്യം CAG റിപ്പോർട്ടിനെ തുടർന്ന് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരികയാണ്. ഈ ഗവൺമെൻറ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായി പുറത്തു വരുന്നു. ഈ ബ്രൂവറി ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ സർക്കാർ ഒരു ഭാഗത്ത് പ്രതിസന്ധിയിലായി നിൽക്കുമ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്ന തരത്തിലേക്കുള്ള ശക്തിയോ അല്ലെങ്കിൽ സംവിധാനമോ UDF ഉണ്ടോ? UDF പ്രത്യേകിച്ച് ഇപ്പോൾ കോൺഗ്രസിലൊക്കെ വലിയ നേതൃത്വം ഉണ്ടാകുന്നു. കോൺഗ്രസിലൊക്കെ അത്തരം പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു കാലത്തിൽ ഇടപെട്ടിരുന്ന പാർട്ടിയാണ് ലീഗ്. പക്ഷെ ഇപ്പോൾ ലീഗും അങ്ങനത്തെയുള്ള ഈ തർക്കങ്ങളൊന്നും ഇടപെടുന്നില്ല. ആരാ പറഞ്ഞ് ഇടപെടുന്നില്ല? ഞങ്ങൾ അതിശക്തമായ ഇടപെടില്ല. ഇപ്പോൾ ഇന്നലെ നോക്കെ നിങ്ങൾ അസംബ്ലിയിൽ കണ്ടില്ലേ? ഇപ്പോൾ അസംബ്ലി കഴിഞ്ഞ് പുറത്തു വരട്ടെ, ഞങ്ങൾ ശക്തമായ ശ്രമങ്ങളുമായി മുന്നോട്ട് പോകും. ഒരു രാഷ്ട്രീയ പാർട്ടി ആവുമ്പോൾ, കൂടുതൽ ജനങ്ങളുള്ള പാർട്ടികളാവുമ്പോൾ ചെറിയ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. അത് അഭിപ്രായ വ്യത്യാസമല്ലല്ലോ. ഒരു തീരുമാനമെടുക്കുമ്പോൾ ഉറച്ചൊരു തീരുമാനം വരും. കോൺഗ്രസ്സിൽ എല്ലാ കാലത്തും അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടില്ലേ? എന്നിട്ട് കോൺഗ്രസ്സിന് UDFന് അധികാരം കിട്ടാതെ പോയിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസമുള്ള കാലത്താണ് ഏറ്റവും വലിയ 100 സീറ്റോട് കൂടിയൊക്കെ അധികാരത്തിൽ വന്നത്. അതൊക്കെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടാവും. ഈ ഗവൺമെൻറ്റിനെ തള്ളിയിടണം, ഈ ഗവൺമെൻറ് കേരളത്തിൽ പാടില്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം നിൽക്കലാണ് UDF ചെയ്യുന്നത്. അത് ഒറ്റക്കെട്ടായി നിങ്ങൾ നിൽക്കും. വരും ദിവസങ്ങളിൽ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവും. നന്നായി എന്ന് നിങ്ങൾ തന്നെ പറയും.